അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1385, സൂറത്ത് യൂസുഫ് 54 മുതൽ 57 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال الملك, രാജാവ് പറഞ്ഞു, യുഅ്തൂനി ബിഹി, യൂസുഫിനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അസ്തഖ്ലിസുഹു ലിനഫ്സി, ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേകക്കാരനായി വിശിഷ്ടാതിഥിയായി നിയമിക്കുകയാണ്. ഫലമ്മ കല്ലമഹു, അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് രാജാവ് സംസാരിച്ചപ്പോൾ ഖാല, രാജാവ് പറഞ്ഞു, ഇന്നക്കൽ യൗമ, നിശ്ചയം അങ്ങ് ഇന്ന്, ലദൈന, നമ്മുടെ അടുത്ത്, മക്കീനുൻ, ഉന്നത സ്ഥാനീയനാണ്, അമീനുൻ, വിശ്വസ്തനുമാണ് എന്ന് പറഞ്ഞു. ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസായിനിൽ അർളി, ഭൂമിയിലുള്ള ഖജാനകളുടെ മേലിലുള്ള അധികാരം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക. ഇന്നി ഹഫീദുൻ അലീം, ഞാനത് നന്നായി സംരക്ഷിക്കുന്നവനും അതേക്കുറിച്ച് നല്ല അറിവുള്ളയാളുമാണ്. വകദാലിക, ഇപ്രകാരം, മക്കന്നാലി യൂസുഫ ഫിൽ അർളി, ആ ഭൂമിയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം സൗകര്യം ഒരുക്കിക്കൊടുത്തു. യതബവ്വഉ മിൻഹാ ഹൈസു യശാഉ, ആ മിസ്റിലെ ഭൂമിയിൽ താൻ ഉദ്ദേശിക്കുന്നിടത്ത് തനിക്ക് താമസിക്കാൻ പറ്റും വിധത്തിലുള്ള സ്വാധീനവും സൗകര്യവും ഒരുക്കിക്കൊടുത്തു. നുസീബു ബിറഹ്മത്തിന മൻ നശാ, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. വലാ നുളൈഉ അജ്റൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. വലാ അജ്റുൽ ആഖിറത്തി, എന്നാൽ പാരത്രിക ജീവിതത്തിന്റെ പ്രതിഫലം ഖൈറുൻ, അതാണ് ഉത്തമം, ലില്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക്, വകാനു യത്തഖൂൻ, അവർ ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർക്ക് ഉത്തമം. ഈ ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന അധികാരമോ നേട്ടങ്ങളൊന്നുമല്ല, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെക്കുന്ന സന്തോഷങ്ങളും അവർക്ക് ഒരുക്കി വെക്കുന്ന പ്രതിഫലവുമാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് കൊട്ടാരത്തിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ലഭിച്ചതോടുകൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ മാറിക്കഴിഞ്ഞു. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം മാത്രം വസ്തുതാപരമായി അറിയിച്ചപ്പോൾ ഇനി രാജാവിന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നേരിൽ കാണണം, ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനത്ത് അവരെ അവരോധിക്കണം എന്ന ചിന്തയൊക്കെ കൃത്യമായിട്ട് വരാൻ തുടങ്ങി. കാരണം പെൺവലയം ഭേദിച്ച് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം തിന്മകൾക്കൊരു പ്രചോദനം അങ്ങോട്ടുണ്ടായാൽ പുരുഷന്മാർ പലപ്പോഴും അതിൽ വീണുപോവുക സ്വാഭാവികമാണ്. സ്ത്രീകളെ വലയിൽ വീഴ്ത്താൻ പുരുഷന്മാരുടെ ഭാഗത്തുനിന്നാണ് പലപ്പോഴും ശ്രമങ്ങൾ തുടക്കമുണ്ടാവുക. എന്നാൽ സ്ത്രീ തന്നെ തുടങ്ങി വച്ചിട്ടും എല്ലാ തെറ്റിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത്തരത്തിലുള്ള തിന്മയുടെ ചെളിക്കുണ്ടിൽ ചെന്നു ചാടാതെ തന്റെ ഉയർന്ന ധർമ്മബോധം സംരക്ഷിച്ചു നിലനിർത്തിയ വിവരം ബഹുമാനപ്പെട്ട രാജാവിന് കൃത്യമായിട്ട് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന തീരുമാനമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്റെ വിശിഷ്ട അതിഥിയായി ഞാൻ അദ്ദേഹത്തെ നിശ്ചയിക്കുകയാണ്, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്നെക്കുറിച്ചുള്ള നിരപരാധിത്വം അവിടെ കൃത്യമായി മിസ്റിലെ സ്ത്രീകൾ ദുലൈഖ അടക്കമുള്ളവർ രാജാവിന്റെ മുന്നിൽ പ്രത്യേകമായി സമ്മതിച്ചിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പോരാൻ തയ്യാറായി. ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലുള്ള തന്റെ സഹതടവുകാരോടെല്ലാം യാത്ര പറഞ്ഞു. യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ മഹാനായ ഇമാം ഇബ്നുൽ അസീർ തങ്ങൾ അവിടുത്തെ അൽകാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫലമ്മ ഖറജ മിന സിജ്നി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, പുറത്ത് കടക്കുമ്പോൾ കറ്റബ, മഹാനവർകൾ എഴുതി അലാ ബാബിഹി, ആ ജയിലിന്റെ കവാടത്തിൽ എഴുതി, ഹാദാ ഖബറുൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഖബറാണ് ഈ ജയിൽ എന്ന് പറയുന്നത്. ബൈത്തുൽ അഹ്സാനി, ദുഃഖങ്ങളുടെ ഭവനവുമാണ്. തജ്രിബത്തുൽ അസ്തിഖാഇ, ചങ്ങാതിമാരെ നന്നായി പരിചയപ്പെടാനുള്ള ഇടമാണ്. വശമാത്തത്തുൽ അഅദാഇ, നമ്മുടെ എതിരാളികൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു ഗേഹമാണ് എന്ന്. ജയിലിൽ എത്തിപ്പെടുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന വിവിധ അവസ്ഥകളെ ചുരുങ്ങിയ വാക്കുകളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അപഗ്രഥിച്ചതാണ് നമ്മളിവിടെ കണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഖബറാണത് എന്ന് പറഞ്ഞാൽ ലാവിഷായി സൗകര്യങ്ങളുണ്ടാവില്ല. ഒരാൾക്ക് കയറി കിടക്കാനൊരിടം എന്നത് മാത്രമേ അല്ലേ ഉള്ളൂ. അവ ഖബറും അങ്ങനെ തന്നെയല്ലേ. അതിൽ വിശാലതയൊന്നും ഉണ്ടാവില്ല, കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാവില്ല. എന്നതുപോലെ ജയിലും ഒരു തരം ഖബറാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഖബറ്, ദുഃഖങ്ങളുടെ ഭവനമാണത് എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണെങ്കിൽ കുറ്റം ചെയ്തിട്ട് ആ കുറ്റത്തിന്റെ എന്റെ പേരിൽ ഇവിടെ എത്തിപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷ നേരത്തിലുള്ള വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ഇത്തരം അവസ്ഥകളിൽ വന്നു പെടേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും. ചിലപ്പോൾ കുറ്റവാളികളല്ലാത്തവർ ജയിലിലടക്കപ്പെടുന്ന, നിരപരാധികൾ ജയിലിൽ വേട്ടയാടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമൊക്കെ അങ്ങനെയാണല്ലോ ജയിലിൽ കിടന്നത്. തെറ്റു ചെയ്യാതെ നിരപരാധിയായ തന്നെ അപരാധിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജയിലിലടക്കുകയല്ലേ. അപ്പൊ അവരുടെ ദുഃഖത്തിന് ആഴവും പരപ്പും നമുക്ക് പ്രത്യേകമായി ഊഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. മൂന്നാമത്തേത് സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ പരിചയപ്പെടാനുള്ള ഇടം. ജയിലിലെത്തിപ്പെട്ടവർ ഒരേ തൂവൽ പക്ഷികളെന്ന നിലക്ക് പരസ്പരം അവരുടെ വേദനകളും വ്യഥയും കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ ചിന്തകളുമൊക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് നല്ല ഈടുറ്റൊരു സ്നേഹബന്ധം ആളുകൾ തമ്മിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരിടമാണ്. കാരണം എന്താ, ജയിലിലെത്തിപ്പെട്ടവർ എല്ലാവരും ഇപ്പോൾ എന്തായാലും അവർ യഥാർത്ഥത്തിൽ കുറ്റവാളികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ജയിലിലെത്തിപ്പെട്ടാൽ കുറ്റവാളി എന്ന പരിവേഷമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ജയിലിലുള്ള ആളുകൾ സാധാരണഗതിയിൽ വലിയ അടുപ്പവും ബന്ധവും തമ്മിൽ കാണിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇതിന്റെ ഒക്കെ പുറമോ ഷമാസത്തുല്ലാതായി ഓരോ ആളും ജയിലിലകപ്പെടുമ്പോൾ അവന്റെ ശത്രുക്കൾ സന്തോഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ. നമ്മുടെ എതിരാളികളെ ജയിലിലാക്കാൻ പരമാവധി പണിയെടുക്കുക, പരിശ്രമിക്കുക എന്നത് ഓരോ ശത്രുവും ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അവരുടെ വർക്ക് വിജയിച്ചു എന്നാണല്ലോ അവന്റെ എതിരാളി ജയിലിലെത്തി എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവുക. അപ്പൊ ശത്രുവിന് സന്തോഷിക്കാനുള്ള ഇടം, അതാണ് വാസ്തവത്തിൽ ജയിൽ എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിന്റെ പുറത്ത് വാതിൽക്കൽ എഴുതി വെച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ തങ്ങൾ അവിടുത്തെ അൽകാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഏതായാലും ശരി, ഇവിടെ രാജാവ് വക്കാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, യഅ്തൂനി ബിഹി, നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ യൂസുഫ് നബിയെ, അസ്തഖ്ലിസുഹു ലി നഫ്സി, ഞാൻ അദ്ദേഹത്തെ എനിക്ക് വേണ്ടി പ്രത്യേകം എന്റെ അടുത്ത് വിശിഷ്ടനാക്കുകയാണ് എന്ന്. പ്രത്യേകം സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ സ്ഥാനം നൽകി ആദരിക്കുന്നു എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തു വന്നു, രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഫലമ്മ കല്ലമഹു, രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചപ്പോൾ, അങ്ങനെയാണ് അവിടെ അർത്ഥം. കാരണം രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ എത്തുന്ന ആളുകൾ സംസാരം അവര് തുടങ്ങൂല, മറിച്ച് രാജാക്കന്മാരാണ് തുടങ്ങുക.
രാജാക്കന്മാർ സംസാരം തുടങ്ങുമ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കണം ബാക്കിയുള്ള ആളുകൾ അവിടെ ഇടപെടേണ്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് തഫ്സീർ ഖാസിനിൽ കാണാം. അതുകൊണ്ടാണ് ഫലമാ കല്ലമഹുച്ചാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് രാജാവ് സംസാരിച്ചപ്പോൾ കാല രാജാവ് പറഞ്ഞു, ഇന്നക്കൽ യൗമ, നിശ്ചയം നിങ്ങൾ ഇന്ന് ലദൈന, നമ്മുടെ അടുത്ത് മക്കീനുൻ, വലിയ സ്ഥാനമുള്ളവരാണ്, അമീനുൻ, വിശ്വസ്തനുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല, വിശ്വസിക്കാൻ മാത്രം പറ്റിയ ആളാണ് നിങ്ങൾ. എന്റെ അടുത്ത് വലിയ സ്ഥാനവും അതേപോലെ തന്നെ ഉന്നതമായ പദവിയുമൊക്കെ നിങ്ങൾക്കുണ്ടാകും എന്ന് രാജാവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യേക ഓഫർ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചു. ആ ഓഫർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്ത് കാല യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി, ഭൂമിയുടെ ഖജാനകളുടെ മേലിൽ നിങ്ങൾ എന്നെ അധികാരമേൽപ്പിക്കുക. കാരണം ഇന്നി ഹഫീദുൻ, ഞാനത് നന്നായി സൂക്ഷിക്കുന്നവനാണ്, അലീമുൻ, അത് സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നയാളുമാണ് എന്ന്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ അധികാരം വാസ്തവത്തിൽ ചോദിച്ചു വാങ്ങുന്നു എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെ? സാധാരണഗതിയിൽ അധികാരം ചോദിച്ചു വാങ്ങരുത് എന്നാണ്. എന്നാൽ ആ അധികാരം ചോദിച്ചു വാങ്ങുന്നില്ലെങ്കിൽ അനർഹരുടെ കൈകളിലേക്ക് പോകുമെന്ന ഘട്ടം വന്നാൽ ലഭിക്കുന്ന അധികാരത്തെ വസ്തുതാപരമായും ന്യായയുക്തമായും കൈകാര്യം ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന ധൈര്യവുമുണ്ടെങ്കിൽ അങ്ങനത്തെ ഘട്ടങ്ങളിൽ അധികാരം ചോദിച്ചു തന്നെ വാങ്ങുന്നതും തെറ്റല്ല എന്ന നിലപാടാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്, ഈ ഭൂമിയുടെ ഖജാനകളുടെ അധികാരം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ വിവിധ ഖജാനകൾ, ധനം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. ആ കേന്ദ്രങ്ങളുടെ ഉത്തരവാദിത്തം എനിക്ക് നൽകണം, അതിന്റെ ഇൻചാർജ് എനിക്ക് തരണം എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുമ്പോൾ രാജാവിന് വാസ്തവത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, ഫസല്ലമ ഖസാഇനഹു കുല്ലഹ ഇലൈഹി ബഅദ സനത്തിൻ, ഒരു വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട രാജാവ് റയ്യാനുബിന് വലീദ് എന്ന രാജാവ് ഒരു വർഷത്തിന് ശേഷം എല്ലാ ഖജാനകളുടെയും ചാർജ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നൽകി. വജഅലൽ ഖളാഅ ഇലൈഹി വഹുക്മഹു നാഫിദ, വിധിക്കാനുള്ള അധികാരവും ആ വിധി അടിയന്തരമായി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ഒക്കെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട് ഒരു വർഷം പിന്നിട്ടു എന്ന് ചോദിച്ചാൽ അവിടെ പിന്നെ തഫ്സീർ ഖാസിനിലൊക്കെ തഫ്സീർ ജമലിലൊക്കെ നമുക്ക് കാണാം, എന്ത് ഒരു വർഷം അവിടെ താമസിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിയസ്തഹിറ ഖബല തൗലിയത്തി ബൈന അഹ്ലിൽ മംലക്കത്തി ഫി അത്റാഫിൽ ഖുതുർ, രാജ്യത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രശസ്തി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രചാരം അത് നന്നായി വ്യാപിക്കാൻ വേണ്ടിയാണ്. വയസീറ മഅറൂഫൻ ലിൽ ഖാസി വൽ ആമ്മി, പ്രത്യേകക്കാർക്കും സാധാരണക്കാർക്കുമൊക്കെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു അറിയപ്പെട്ട ആളായി മാറാൻ വേണ്ടിയുമാണ്. വഅന്നഹുദുൽ മക്കാനത്തി വൽ അമാനത്തി ഇൻദൽ മലിക്കി, രാജാവിന്റെ അടുത്ത് വിശ്വസ്തതയും അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങളുള്ള ആളാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഒരു വർഷം അങ്ങനെ താമസിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ പ്രത്യേക പദവികൾ അനുഭവിച്ചുകൊണ്ട് ഒരു കൊല്ലം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചതിന് ശേഷം അധികാരം തന്നിലേക്ക് കൈമാറുമ്പോൾ ആ ഒരു കൊല്ലത്തെ ജീവിതത്തിനിടക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പെരുമാറ്റത്തിലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തിലോ നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതിയും കാണിക്കാൻ പറ്റുന്നില്ലാത്ത വിധം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പെർഫോമൻസ് സന്തോഷകരമാകുമ്പോഴല്ലേ അതിനുശേഷം രാജാവ് ആ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കുക. അപ്പൊ അതിനു മുമ്പ് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു നല്ല പരിചയവും സ്വഭാവത്തിലും ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റത്തിലും ഒക്കെ ആളുകൾക്കൊരു മാതൃകയും ഒരു സന്തോഷവും ഒക്കെ തോന്നുന്ന സാഹചര്യം ഒരു വർഷം തന്നെ നിരീക്ഷിച്ചിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇതിന് ഏൽപ്പിക്കാൻ കൊള്ളാം എന്നൊരു തോന്നൽ രാജാവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന പ്രതീതി ജനങ്ങളിലുണ്ടാകുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സ്ഥാനത്ത് വരുമ്പോൾ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം പരിഗണിക്കാനും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന് അർഹനാണെന്ന് ജനങ്ങൾക്ക് മുഴുവനും മനസ്സിലാവാനും കൂടുതൽ സൌകര്യമായിരിക്കും. അത് ഒരാൾ വന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരം കൊടുത്താൽ ഒരുപക്ഷെ ആളുകൾ ധരിക്കും എന്തോ മറിമായം ഇതിന്റെ പിന്നിലുണ്ട്, ഒന്നുകിൽ രാജാവിന് ഇദ്ദേഹത്തോട്
എന്തോ പ്രത്യേകമായ കടപ്പാടുണ്ട്, തീർത്താൽ തീരാത്ത എന്തോ ഒരു കടമയുണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ എന്തെങ്കിലും സ്വകാര്യങ്ങളോ രഹസ്യങ്ങളോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകാം. അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഒരു അപ്പക്കഷ്ണം വെച്ച് നീട്ടിയതാണ് എന്നൊക്കെ വേണമെങ്കിൽ ഊഹിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സകലമാന സാധ്യതകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സത്യസന്ധതയും ഉന്നതമായ വ്യക്തിത്വവുമൊക്കെ കൃത്യമായി ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. അതാണ് 1 വർഷം അങ്ങനെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമും പിന്നീട് അധികാരങ്ങളെല്ലാം തന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അത് ഏൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനതിന് ഏബിളാണ് എന്ന് ഉറപ്പിക്കാനാണ് ഇന്നി ഹഫീലുൻ അലീമുൻ, ഞാനത് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നയാളുമാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും പ്രത്യേകമായി സൂക്ഷിക്കുന്നയാളുമാണ്. അതായത് എന്റെ കയ്യിലേക്ക് ഇതിന്റെ അധികാരം നിങ്ങൾ കൈമാറുമ്പോൾ ആ അധികാര കൈമാറ്റം നടത്തിയതിന്റെ പേരിൽ ദുഃഖിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ല എന്ന് രാജാവിന് ഒരു പ്രത്യേക പ്രോമിസ് നൽകുന്നതാണ് വാസ്തവത്തിൽ ആ പ്രഖ്യാപനത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഇവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്, മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ആ നേരത്തെ ഇത്തരം ഖജാനകളുടെ അധികാരമുണ്ടായിരുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വില കൊടുത്തു വാങ്ങിയ അസീസ് അഥവാ അന്നത്തെ രാജാവിന്റെ റയ്യാൻ ഇബ്നു വലീദ് എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രിയായിരുന്ന അസീസ് എന്ന് പറയുന്ന ആ ഖിത്ഫീർ അല്ലെങ്കിൽ ഇത്ഫീർ എന്ന് പേര് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണല്ലോ വില കൊടുത്തു വാങ്ങി തന്റെ വീട്ടിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ താമസിപ്പിച്ചത്. ആ അദ്ദേഹത്തെ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹം എന്താവുകയും ചെയ്തു, പെട്ടെന്ന് ഈ അസീസ് അന്നത്തെ അസീസ് അഥവാ ആ മന്ത്രി മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടതിനു ശേഷം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് രാജാവ് അസീസിന്റെ അഥവാ ആ മന്ത്രിയുടെ തന്റെ സയ്യിദായിരുന്ന ലോക്കൽ ഗാർഡിയനായിരുന്ന അല്ലെങ്കിൽ കഫീലായിരുന്ന ആളുടെ ഭാര്യയെ അഥവാ സുലൈഖയെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നുകൂടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഖജാനയുടെ താക്കോലുകളെല്ലാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് കൈമാറുമ്പോൾ ആ കൈമാറുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന അധികാരം കൈയാളിയിരുന്ന അസീസിനെ ആ സ്ഥാനത്തുനിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി രാജാവ് മാറ്റുകയുണ്ടായി. എന്നിട്ട് ആ അധികാരങ്ങളെല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ അതായത് മന്ത്രിയുടെ മരണശേഷമാണ് എന്ന അഭിപ്രായവും നിരീക്ഷണവും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഏൽപ്പിച്ചു എന്ന വീക്ഷണവും ഇവിടെ ചിലർ പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നുൽ അസീർ തന്റെ അൽകാമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വല്ലബ്ബലു അസഹു, ആദ്യം പറഞ്ഞത് അഥവാ ഈ മന്ത്രി മരണപ്പെട്ടതിനു ശേഷമാണ് എന്ത് ചെയ്തത്, ആ അധികാരം തന്നിലേക്ക് കൈമാറിയത്. കാരണം എന്താ, ആ ചരിത്രത്തിന്റെ ഭാഗമായി കാണാം അന്ന യൂസുഫ തസവ്വജ ഇംറാതഹു, രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് രാജാവ് വിവാഹം ചെയ്തു കൊടുത്തു തന്റെ ഭാര്യ, തന്റെ പറഞ്ഞാൽ ഈ മന്ത്രിയുടെ ഭാര്യയെ അഥവാ സുലൈഖ ബീവിയെ എന്നുകൂടി ആ ചരിത്രത്തിലുണ്ട്. അപ്പൊ ആ സുലൈഖയെ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ എന്തു വേണം, അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷമാണ് ആ സംഭവം ഉണ്ടായത് എന്ന ചരിത്രത്തിനാണ് പ്രാമുഖ്യം. ഏതായാലും ശരി, അങ്ങനെ വിവാഹം നടന്നു. ആ വിവാഹം നടന്നതിന് ശേഷം വീട്ടിൽ കൂടുന്ന അന്ന് ഫലമ്മാ ദഖല ബിഹാ, ഇബ്നുൽ അസീർ രേഖപ്പെടുത്താണ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയുടെ അടുത്തേക്ക് അഥവാ ഭാര്യയുടെ അടുത്തേക്ക് ആദ്യരാത്രിയിൽ പ്രവേശിച്ചപ്പോൾ കാല യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അലൈസ ഹാദാ ഖൈറൻ മിമ്മാ കുന്തി തുരീദീൻ, നേരത്തെ നീ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലത് ഈ രീതിയല്ലയോ എന്ന്. അതായത് നേരത്തെ ഒരു ഇല്ലീഗലായിട്ടുള്ള കണക്ഷന് വേണ്ടിയാണല്ലോ സുലൈഖ ശ്രമിച്ചത്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ലീഗലായിട്ട് പ്രോപ്പർ ചാനലിലൂടെയുള്ള ഒരു അറ്റംപ്റ്റാണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു നല്ല രീതിയല്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോ ഫഖാലത്ത് സുലൈഖ പറഞ്ഞു, അയ്യുഹ സിദ്ദീഖ്, ഏറ്റവും സത്യസന്ധനായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ലാ തെലുംനി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അന്നുണ്ടായ സംഭവത്തിന്റെ പേരിൽ എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട. കാരണം ഫഇന്നി കുന്തു ഇംറഅതൻ ഹസന ജമീലത്തൻ, നല്ല സൗന്ദര്യമുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള എല്ലാ അർത്ഥത്തിലുള്ള ആരോഗ്യസ്ഥിതിയുമുള്ള കാണുന്നവർക്കൊക്കെ ആകർഷകമായി തോന്നാവുന്ന വിധത്തിൽ
ദുനിയാവിന്റെ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ചൊരു പെണ്ണായിരുന്നു ഞാൻ. എന്നാൽ വക്കാന സാഹിബി, എന്റെ ഭർത്താവായിരുന്ന അന്നത്തെ മന്ത്രി, അദ്ദേഹമായിരുന്നു ലായനിസ, ആ സ്ത്രീകളുടെ അടുത്ത് വരുന്ന ആളല്ല. എന്നാൽ അദ്ദേഹത്തിന് സ്ത്രീകളോട് താല്പര്യമുള്ള ആളല്ല. വകുന്തു കമാ ജഅലകല്ലാഹ് ഫീ ഹുസ്നിക് ഫഗലബത്നി നഫ്സി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ സൗന്ദര്യത്തിൽ ഒരു ഭർത്താവിന്റെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ജീവിക്കുന്ന എനിക്ക് നിങ്ങളുടെ സൗന്ദര്യവും കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. അന്ന് അങ്ങനൊന്ന് സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഇപ്പോ ശരിയായ വിധത്തിൽ അല്ലാഹു തആല അനുവദിച്ച രൂപത്തിലുള്ള ബന്ധത്തിന്റെ സാഹചര്യങ്ങൾ വന്നല്ലോ. വജദഹ ബിക്റ. ആ സമയത്ത് രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖ ബീവിയെ കന്യകയായിട്ടാണ് എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ അവരും നേരത്തുള്ള മന്ത്രിയും തമ്മിൽ എന്തില്ല, നേരത്തെ ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധങ്ങൾ നടന്നിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ഫലദത്തു ലഹു വലദൈൻ, 2 മക്കൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായി എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈ അധികാരം, ഖജനാവിന്റെ അധികാരം എന്നെ ഏൽപ്പിക്കുക എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. വകദാലിക മക്കന്നാലി യൂസുഫ് ഫിൽ അർളി, ഇപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ നേരത്തെ കുറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. പക്ഷെ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നതുപോലെ ഭൂമിയിൽ അഥവാ ഈജിപ്തിന്റെ മണ്ണിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നാം സൗകര്യം ചെയ്തു കൊടുത്തു. യതബബ്ബഉ മിൻഹാ ഹൈസു യശാഉ, ആ മണ്ണിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നിടത്ത് താമസിക്കാവുന്ന വിധം അത്രയും വലിയ സൗകര്യങ്ങളോടുകൂടെ അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുത്തു. നുസീബു ബിറഹ്മത്തിനാ മൻ നശാ, നമ്മുടെ കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ നൽകും. വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തൂല. അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഇത്തരം സൗകര്യങ്ങളൊക്കെ നൽകിയത് താൻ അനുഭവിച്ച പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ ക്ഷമാപൂർവം അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്തതിനുള്ള ഒരു പ്രതിഫലമാണ് എന്നർത്ഥം. എന്നാൽ ഭൂമിയിൽ ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയതൊന്നും അല്ല. വല അജ്റുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ, സത്യവിശ്വാസം സ്വീകരിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യുന്ന, ദൈവഭക്തിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഉത്തമമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഇത്തരം അധികാരങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം തങ്ങളെ തേടി വരുമ്പോഴും അതിൽ കണ്ണു മഞ്ഞളിച്ചു പോകേണ്ടവനല്ല ഒരു യഥാർത്ഥ വിശ്വാസി. മറിച്ച് ഇതെല്ലാം എത്ര സൗകര്യങ്ങൾ അനുഭവിച്ചാലും അതൊക്കെ ക്ഷണഭങ്കുരമാണ്, താൽക്കാലിക സംവിധാനം മാത്രമാണ്. ഇതെന്നിൽ നിന്ന് നീങ്ങിപ്പോകും, ഞാൻ മരണത്തിന് കീഴൊതുങ്ങേണ്ടി വരും എന്ന് മനസ്സിലാക്കി മരണശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ പരിഗണനയും അതേപോലെ പ്രതിഫലവും ലഭിക്കാൻ സാധിക്കുന്നവർക്കാണ് മഹത്വം എന്നാണ് അതിന്റെ ഉടനെ ഉണർത്തുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും പാരത്രിക ചിന്ത നന്നായി കൊണ്ട് നടന്ന് വിജയിക്കാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.